വണ്ണപ്പുറം കമ്പക്കാനം കള്ളിപ്പാറയിലുള്ള അവസ്ഥ ഇതാണ്. ഒരു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഗർത്തം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് കടന്നു പോകാത്ത സുരക്ഷാ വേലിക്ക് വേണ്ടിയിട്ട് ഇവിടെ വീപ്പ വെച്ച് കെട്ടി റിബൺ വെച്ച് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വണ്ടികൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. വലിയ വാഹനങ്ങൾ ബസ്സുകളൊക്കെ കടന്നു പോകാനായിട്ട് തിരിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വരുന്ന വാഹനങ്ങൾ വൺ സൈഡ് ട്രാഫിക് മാത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ ഉള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ വഴി ബ്ലോക്ക് ചെയ്തിട്ടില്ല. വൺ സൈഡ് ട്രാഫിക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. രണ്ടിടത്താണ് മണ്ണിടിഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ KSRTC ബസ് കയറി വരുന്നൊരു കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ KSRTC ബസ് കയറി പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇറങ്ങി പോകുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് സാഹചര്യമാണ് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം പുറകോട്ട് എടുക്കുന്ന സാഹചര്യത്തിൽ ഈ പുറകിൽ കാണുന്നിടത്താണ് മണ്ണിടിഞ്ഞ് താഴത്തേക്ക് ഒരു സംരക്ഷണ ഭിത്തി പോലും ഇല്ലാണ്ട് നിൽക്കുന്നത് റോഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ മുന്നോട്ടും പുറകോട്ടും എടുക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ വാഹനം പുറകോട്ട് മറിയുകയോ അല്ലെങ്കിൽ മുന്നോട്ട് മറിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിലുള്ളതും അല്ലെങ്കിൽ അത്ര യാത്രക്കാർക്ക് വലിയൊരു അപകടമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വഴിക്ക് പോകുന്ന യാത്രക്കാർ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ KRFB PMU ഡിവിഷനിൽ നിന്നും ഒരു അറിയിപ്പുണ്ടായിട്ടുണ്ട്. അറിയിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: കിഫ്ബി കുരുതിക്കുളം ചേലച്ചോട് റോഡ്, അതായത് നമ്മുടെ വണ്ണപ്പുറം ചേലച്ചോട് റോഡിൽ പ്രവൃത്തി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പക്കാന ഹെയർപിന് വളവിന് തൊട്ടടുത്ത് റോഡിന് സംരക്ഷണ ഭിത്തി കെട്ടുവാനെ മണ്ണെടുത്ത ഭാഗം കനത്ത മഴ മൂലം ഇടിഞ്ഞിട്ടുണ്ട്. റോഡിന്റെ പകുതിയോളം ഭാഗം ഇടിഞ്ഞതിനാൽ ഒരു വശത്തുകൂടി മാത്രമേ വാഹനങ്ങൾ കടന്നു പോവുള്ളൂ. ആയതുകൊണ്ട് തന്നെ കനത്ത മഴ നിലനിൽക്കെ വാഹന യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി വണ്ണപ്പുറത്തു നിന്നും ചേലച്ചോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വണ്ണപ്പുറത്തു നിന്നും ഇടതുവശത്തുള്ള BPCL പമ്പിന് വഴി മുള്ളരിങ്ങാട് വഴി വെള്ളക്കയം കൂടി വെൺമണിയിലെത്തുകയും അതുപോലെ തന്നെ ചേലച്ചോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വെൺമണിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വെള്ളക്കയം മുള്ളരിങ്ങാട് ഭാഗത്തു കൂടി വണ്ണപ്പുറത്തേക്ക് എത്തുകയോ അതല്ല മൂവാറ്റുപുഴ ദിശയിലേക്ക് പോകുന്ന വാഹനങ്ങളാണെങ്കിൽ ചാത്തമറ്റം വഴി പൈങ്ങോട്ടൂർ വഴി കടന്നു പോകാവുന്നതാണെന്ന് കൂടി അറിയിക്കുന്നു. ഒരു വഴിയും ഇതുവരെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. വൺ സൈഡ് ട്രാഫിക്കാണ് ഈ വഴി നിലനിൽക്കുന്നത്. വഴി വരുന്ന വാഹനങ്ങൾ കൃത്യമായി സൂക്ഷിച്ചു പോവുക, അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു അപകടമായിരിക്കും ഉണ്ടാകുന്നതെന്നാണ് അറിയിപ്പ് ഉണ്ടായിട്ടുള്ളത്. വാഹനം ഓടിക്കുമ്പോൾ ഉള്ള എത്രമാത്രം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് തിരിഞ്ഞു പോകാനെന്നുള്ള നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വഴി വരുന്നവർ എത്രയും കരുതലോടുകൂടി വാഹനങ്ങൾ ഓടിച്ചു വരിക. പിന്നെ മുള്ളരിങ്ങാട് വെള്ളക്കയം വഴിയിലും വളരെ കുത്തനെയുള്ള ഇറക്കം കൂടിയാണ്. ആ വഴി പോകുന്നവരും വളരെ സൂക്ഷിച്ച് വേണം വാഹനം ഓടിച്ചു പോകുവാൻ. ദൃശ്യങ്ങളിൽ കാണുന്നതിലും ഏറ്റവും ഭീകരതയിലാണ് ഇവിടുത്തെ മണ്ണിടിച്ചിലുള്ളത്. കാരണം വെച്ചാൽ ഈ കാണുന്ന ഒഴുകുന്ന വെള്ളം ഈ വഴിയിൽ കൂടെയാണ് ഒഴുകി താഴത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഈ ബസ്സുകൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഭാഗത്ത് ഇടിഞ്ഞു പോയാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. വാഹനങ്ങളൊക്കെ മറിഞ്ഞു പോയി താഴത്തേക്ക് വന്ന് കൊക്കയിലേക്ക് പോകുന്നൊരവസ്ഥയായിരിക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് അത്ര വണ്ടികളൊക്കെ ബ്ലോക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരെയും ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ റൂട്ട് ഇപ്പോൾ സേഫ് അല്ല. കാരണം വലിയ വണ്ടികൾ ചെറുവണ്ടി കാറ് ബൈക്ക് ചെറിയ വണ്ടികളും പോകുന്നതിന് കുഴപ്പമില്ല. വലിയ വണ്ടികൾ വരുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ. വഴി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് നേരം വഴി ബ്ലോക്ക് ആകുമ്പോൾ എത്ര വാഹനങ്ങളാണ് വന്ന് ബ്ലോക്ക് ആകുന്നത് നിങ്ങളുണ്ടോ? അതുപോലെ വാഹനങ്ങളാണ് ഈ വഴി പോകുന്നത്. ചെറുതായ വാഹനങ്ങൾ ഒരുപാടെണ്ണം ഇതിൽ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ വീപ്പയ്ക്കകത്ത് വെള്ളം നിറച്ച് അത് അനങ്ങാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് കേട്ടോ. ഇന്ന് വഴി ബ്ലോക്ക് ആക്കിയിരുന്നത് എത്ര വാഹനങ്ങൾ ചെറുവണ്ടികൾ എത്ര ദൂരം പോകുന്നത് നമ്മൾ മനസ്സിലായോ? അത്രയ്ക്ക് വണ്ടികൾ വഴിക്ക് വന്ന് പോകുന്നുണ്ട്. ഇത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ണപ്പുറത്ത് നിന്ന് വരുമ്പോൾ ആദ്യത്തെ വലിയ കയറ്റമാണത്. അത് നമ്മൾ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഈ ഒരു വെള്ളം എതിലാണ് ഒഴുകി വരുന്നത് അല്ലെങ്കിൽ മണ്ണ് എതിലാണ് എടുത്തു പോകുന്നതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഭീകരത എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു ഇതിനു മുമ്പ് അവിടെ കോൺക്രീറ്റ് ചെയ്തിരുന്നിടത്തും ഇതേ സാഹചര്യത്തിൽ തന്നെ ആയിരുന്നു. അന്നും ഇതുപോലെ തന്നെ നാട്ടുകാരും ഒരുപാട് ആളുകളും പരാതിപ്പെട്ടിരുന്നു. പക്ഷേ അത് അധികാരികൾ കണ്ണു തുറന്നില്ല. എന്നിരുന്നാലും ഈ റോഡ് പണിയുടെ ഒരു ഘട്ടത്തിൽ അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മണ്ണെടുത്തതായിരുന്നു. അത് ഈ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുകയാണ്. എത്ര വാഹനങ്ങളാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലായില്ലേ? ഇതിൻ്റെ ലെവലിൽ നിന്ന് ഫുള്ള് ഇടിഞ്ഞ് താഴേക്ക് പോയാണ്. ഇത് നോക്കിയാൽ കണ്ണെത്താത്ത ദൂരത്താണ്. ഒരാൾ നിന്നാൽ പോലും എത്താത്ത ദൂരത്തിലാണ് ഇപ്പോൾ ഇത് ഇടിഞ്ഞ് നിൽക്കുന്നത്. വണ്ണപ്പുറം ചേലച്ചോട് റോഡിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ കയറ്റം തുടങ്ങുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ കാണുന്ന ഇടിവ് ഉണ്ടായേക്കണേ. ഇതുപോലെ തന്നെ രണ്ടാമത്തെ വളവിൽ ഇതുപോലെ തന്നെ വലിയൊരു ഗർത്തമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്ന് മണ്ണ് വെള്ളം ഒളിച്ച് നമ്മൾ ഈ താഴത്ത് ഈ കാണുന്ന ഈ പെൻഡി പോറയിൽ കാണുന്ന റോഡിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത് പോകുന്ന നമ്മൾ സാധാരണ കയറ്റത്തിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര വണ്ടികൾ ഇത് വഴിക്ക് പോകുന്നു. അപ്പോൾ ഈ വഴിക്ക് വരുന്ന ചെറിയ വണ്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം രാത്രി വരാണ്ടിരിക്കുക.
ഇപ്പം നമ്മളൊരു അവയർനെസ് കൊടുക്കുക. കാരണം വെച്ചാൽ മഴ ഇതുപോലെ ശക്തമായിട്ട് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വരും. ഈ സൈഡിലേക്ക് വരുന്ന വണ്ടി ഇടിച്ച് താഴത്തേക്ക് പോകും. വലിയൊരു അപകടമാണ്, വലിയ താഴത്തേക്കാണ് പോകാൻ പോകുന്നത്. ഇതിന് മുകളിലേക്ക് ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ വിലയും ഷെയർ ചെയ്തിരിക്കുക. ഈ കാണുന്ന ഒരു സൈഡിൽ കൂടെയാണ് ഇപ്പോൾ ഈ വെള്ളം ഒഴുകി വന്നിട്ട് ഈ ഒരു രീതിയിലേക്ക് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരുന്നവരെന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് വണ്ടികൾ ഈ വഴിക്ക് പോകുന്നുണ്ട്.